അവളുടെ അടുത്തു നിന്നും ചാർലി പുറത്തേക്കിറങ്ങി. മനസ്സിനെന്തോ വല്ലാത്ത വിഷമം പോലെ അവന് തോന്നിയിരുന്നു. അവളോട് അങ്ങനെയൊന്നും പെരുമാറണ്ടായിരുന്നു എന്നവന് തോന്നി. അവൻ നേരെ പോയത് ക്രിസ്റ്റിയുടെ മുറിയിലേക്കാണ്. അവൻ ചെന്നപ്പോൾ ക്രിസ്റ്റി ആൽവിയെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകാൻ റെഡിയായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ചാർലി അവൻ്റെ മുറിയിലേക്ക് വന്ന് അവൻ്റെ കട്ടിലിലേക്കിരുന്നു. എന്താടാ, എന്താ പറ്റിയത്? വഴക്കൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയിട്ട് വീണ്ടും വഴക്കായോ? അവൻ്റെ ഇരിപ്പ് കണ്ട് ക്രിസ്റ്റി സംശയത്തോട് ചോദിച്ചു. എന്നാൽ അവനതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൻ്റെ തോളിലേക്കൊന്ന് കൈവച്ചു. എന്താടാ പറ്റിയത്? അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അതോ നീ അവളോട് ദേഷ്യപ്പെട്ടോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ റൂമിലേക്ക് വിട്ടത് അവളോടെല്ലാം സംസാരിച്ച് സോൾവ് ചെയ്യണമെന്ന്? നീ സംസാരിച്ചില്ലേ അവളോട്? അവൻ്റെ ഇരിപ്പ് കണ്ട് ക്രിസ്റ്റി ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. ക്രിസ്റ്റി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊരു തോന്നൽ. ഞാൻ അങ്ങനെയൊന്നും അവളോട് പെരുമാറാൻ പാടില്ലായിരുന്നു. അവൻ വിഷമത്തോടെ പറഞ്ഞു. എങ്ങനെ പെരുമാറിയെന്നാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ക്രിസ്റ്റി അവനെ നോക്കി. നീയും അരുണും എന്നോട് പറഞ്ഞില്ലേ അവളോട് കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കണമെന്ന്? ഞാൻ അങ്ങനെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ബാക്കി പറയാതെ നിർത്തി. എടാ, നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും തുറന്നു പറ, അവൻ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും ചാർലി ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ഈ നിസ്സാര കാര്യത്തിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അവൾ നിന്റെ ആരാ ചാർലി? ക്രിസ്റ്റി അവനെ നോക്കി. അത് എൻ്റെ പെണ്ണാ അവള്. ചാർലി അവനെ നോക്കി മറുപടി പറഞ്ഞു. ആണല്ലോ, നിന്റെ പെണ്ണിനെ നീ കിസ് ചെയ്തെന്നും പറഞ്ഞ് ഇപ്പം എന്ത് സംഭവിക്കാനാ? 3 വർഷമായി അവൾ നിന്നോടൊപ്പം ഈ വീട്ടിൽ കഴിയുന്നു, അതും ഒരേ മുറിയിൽ. എന്നിട്ടും നിങ്ങൾക്കിടയിൽ മറ്റൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഓക്കെ. ജസ്റ്റ് ഒരു കിസ് പോലും നീ അവളെ അടിച്ചിട്ടില്ലേ? ക്രിസ്റ്റി സംശയത്തോടെ എന്നാൽ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. എടാ, അങ്ങനെയാണോ ഇത്? ഞാൻ അവളെ കിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെപ്പോഴും ഒരു വാത്സല്യത്തോടെയുള്ള ചുംബനം മാത്രമായിരുന്നു. അവളുടെ കവിളിലോ നെറ്റിയിലോ അങ്ങനെ. പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു. ദേഷ്യവും വിഷമവും ഒക്കെ കൂടി വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ ചെയ്തു പോയതാ. ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാണോ അവൾ കരഞ്ഞതെന്ന് എനിക്കറിയില്ല. അവൾ കരയുന്ന കണ്ടപ്പോൾ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ ആയി ക്രിസ്റ്റി. അവളുടെ അനുവാദം ഇല്ലാതെ ഞാനവളെ ബലമായി കിസ് ചെയ്തതുപോലെ ആയില്ലേ? എനിക്കാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. അവളെന്നെപ്പറ്റി ഒരിക്കലും അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടാവില്ല. നീ പറഞ്ഞതുപോലെ 3 വർഷമായി എന്നോടൊപ്പം അവൾ ഈ വീട്ടിൽ ഒരേ മുറിയിൽ കഴിയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാനവളെ മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല. എനിക്കിങ്ങനെ കാണാനും കഴിയില്ല. ചാർലി വിഷമത്തോടെ അവനോട് പറഞ്ഞു. എടാ, നീ ഇപ്പോൾ ചെയ്തത് നല്ല കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരർത്ഥത്തിൽ നോക്കിയാൽ നീ അവൾക്ക് ഭർത്താവോ കാമുകനോ ഒന്നും തന്നെയല്ല. നിങ്ങൾ ഒരു മുറിയിൽ കഴിയുന്നു എന്നുള്ളത് സത്യമാണ്. അതെല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി അങ്ങനെ വേണ്ട. നിങ്ങൾ ഒന്നാവണം. ഒരു മുറിയിൽ കഴിയുന്ന നിങ്ങൾ അന്യരെ പോലെയല്ല കഴിയേണ്ടത്. നിന്റെ മനസ്സിൽ അവളാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അവൾക്കും അറിയാം. ആ സ്ഥിതിക്ക് മിന്നി കെട്ടി നീ അവളെ സ്വന്തമാക്കണം. അതുമാത്രമല്ല, അവളുടെ ഉള്ളിൽ കുറേ പേടികളുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ നീ അവളുടെ ഭർത്താവാകണം. നീ അവളുടെ കൂടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നണം. എങ്കിൽ മാത്രമേ അവൾക്ക് ആദ്യത്തെ എതിർക്കാനുള്ള ധൈര്യം കിട്ടുള്ളൂ. ക്രിസ്റ്റി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇതിത്തിരി ഓവറായോ എന്നൊരു ഡൗട്ട്. ചാർലി വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു ഓവറും ഇല്ല. നീ ഇപ്പോൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിയട്ടെ, അവളുടെ അടുത്തേക്കൊന്ന് പോകണം. ചാർലി പറഞ്ഞു. എന്തിനാ? അവളെ ഉമ്മിച്ചതിന് സോറി പറയാനാണോ? ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പുരികം പൊക്കി. നീ പറഞ്ഞതുപോലെ അവൾ എൻ്റെ പെണ്ണല്ലേ. അവളെ കിസ് ചെയ്തതിന് ഞാനെന്തിനാ വിഷമിക്കുന്നേ? ചാർലി തിരികെ ചോദിച്ചു. അത്രേ ഉള്ളൂ. ക്രിസ്റ്റി ചിരിച്ചു. അല്ല, നീ ഇതെങ്ങോട്ടാ? ചാർലി അവനെ നോക്കി ചോദിച്ചു. ആൽവിയെ കൊണ്ടാക്കാൻ. ക്രിസ്റ്റി അവനെ നോക്കി മറുപടി പറഞ്ഞു. കൂട്ടത്തിൽ അവളെ ഒന്ന് കാണാം അല്ലേ? ചാർലി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി തന്നെയാണ് പോകുന്നത്. അവളെ തല്ലിയതിനു ശേഷം പിന്നെ അവളെ കണ്ടിട്ടില്ലല്ലോ. മാത്രമല്ല, അവളെൻ്റെ ഫോൺ നമ്പറും സോഷ്യൽ മീഡിയാസിലും ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് അവളോടൊന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. രാവിലെ അവളെ കാണണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവിടെ ചെന്നപ്പോൾ അവളേതോ കൂട്ടുകാരിയുടെ കല്യാണത്തിന് വെളുപ്പംകാലത്തെ ഇറങ്ങിപ്പോയെന്ന്. ഇനിയിപ്പോൾ അവനെ കൊണ്ടാക്കുമ്പോൾ കാണാം. ക്രിസ്റ്റി ചിരിച്ചു. അവളോട് മാപ്പ് ചോദിക്കാൻ പോവല്ലേ? ചാർലി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അങ്ങനെയും പറയാം. നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്. അപ്പം സോറി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ടി വന്നാൽ കാല് പിടിക്കാനും തയ്യാറായി തന്നെയാണ് ഞാൻ പോകുന്നത്. ക്രിസ്റ്റി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ തന്നെയല്ലേ കുറച്ചു മുന്നേ എന്നെ ഉപദേശിച്ചത്? എന്നിട്ട് നീ തന്നെ സോറി ചോദിക്കാൻ പോവല്ലേ? അതുപോലെയാണോടാ ഇത്? ഞാൻ അവളെ തല്ലിയതല്ലേ? നീ ചെയ്തതുപോലെ ഒരു കിസ്സായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോകുമ്പോൾ ഒന്നും കൂടി കൊടുക്കുകയും ചെയ്യുള്ളായിരുന്നു. അതിനൊന്നും ഞാൻ അവളോട് മാപ്പ് പറയാൻ പോകുന്നില്ല. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു.
ചാർലി അവിടെ നിന്നും ഇറങ്ങിപ്പോയതും ഷീതു നടന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അവളൊരു പാവ കണക്കെ അവിടെ തന്നെ ഇരുന്നു. 3 വർഷമായി താൻ ഈ വീട്ടിലേക്ക് വന്നിട്ട്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ചാർലി തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം തൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു. എന്നാൽ ഇച്ചായൻ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ മുറിയിലേക്കാണ്. തന്നെ ഈ കട്ടിലിലേക്ക് കിടത്തി. നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കുന്ന ചാർലിയെ ഇപ്പോഴും അവൾക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. ഇച്ചായന് ഭയമായിരുന്നു തന്നെക്കുറിച്ച്. ഒരു തവണ മരിക്കാൻ നോക്കിയ ഞാൻ ഇനിയും അതിന് ശ്രമിക്കുമോ എന്ന് ഇച്ചായൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് എന്നും എപ്പോഴും തന്നോടൊപ്പം മാത്രമായിരുന്നു. ഏത് സമയവും എന്നെ ചിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. വിഷമങ്ങളിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഇച്ചായൻ. തനിക്ക് ഒരുപാട് വിഷമം വന്നിട്ടുണ്ട്. താൻ കട്ടിലിലും ഇച്ചായൻ നിലത്തും കിടക്കുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ താൻ തന്നെയാണ് ഇച്ചായനോട് പറഞ്ഞത് കട്ടിലിൽ കിടക്കാൻ. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഇച്ചായൻ അത് ചെയ്തു. അന്ന് മുതൽ തന്നോടൊപ്പം ഒരേ കട്ടിലിൽ ഇച്ചായനും കിടന്നു. എന്നാൽ പോലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചെറിയൊരു സ്പർശനം കൊണ്ട് പോലും മറ്റൊരു രീതിയിൽ പെരുമാറുകയോ തന്നോട് സംസാരിക്കുകയോ ഒന്നും തന്നെ ഇച്ചായൻ ചെയ്തിട്ടില്ല. ആദ്യമായി ഇച്ചായൻ തന്നെ ചുംബിക്കുന്നത് ഇവിടുന്ന് ഇസുവിൻ്റെ ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ്. അന്നാണ് ഇച്ചായൻ തൻ്റെ നെറ്റിയിൽ ആദ്യമായി ചുംബിക്കുന്നത്. ആ നിമിഷം അവളത് ഓർത്തു. ഡെലിവറി ഡേറ്റിൻ്റെ 2 ദിവസം മുൻപേ അഡ്മിറ്റ് ആകണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുകയായിരുന്നു ഷീതു. ആകെ പേടിയും വിഷമവും ടെൻഷനും ഒക്കെ അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഷീതു, അവൻ വിളിച്ചതും അവൾ നിറവയറുമായി അവനെ നോക്കി. എന്താടി, എന്താ മുഖമൊക്കെ വല്ലാതെ? അവൻ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എൻ്റെ ഷീതു ഇത്രയേ ഉള്ളോ? ദേ കരയല്ലേ, നിന്റെ കൂടെ എല്ലാത്തിനും ഞാനില്ലേടി, പിന്നെന്തിനാ നിനക്ക് ഈ ടെൻഷൻ? അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ഈ ലോകം കാണാൻ പോന്നു ഇച്ചായ. പക്ഷേ എനിക്കറിയാം, ഈ ടൈമിൽ ഒരു അമ്മ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാനാണ്. പക്ഷേ എനിക്ക് അറിയില്ല ഇച്ചായ, എങ്ങനെയാ ഞാൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പി. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. നീ ഒറ്റയ്ക്കല്ല ഷീതു, നിന്റെ കൂടെ ഞാനുണ്ട്. മമ്മി, പപ്പ, അനിയന്മാരൊക്കെയുണ്ട്. പിന്നെ നീ പറഞ്ഞില്ലേ ഇപ്പോൾ ഇത് നിന്റെ കുഞ്ഞാണെന്ന്? അല്ല, ഇത് നിന്റെ മാത്രം കുഞ്ഞല്ല, ഇത് എൻ്റെയും കൂടിയാ. നമ്മുടെ കുഞ്ഞാ ഇത്. അങ്ങനെ മതി ഇനി. ഞാൻ ഈ കുഞ്ഞിന് പപ്പയാകാൻ ജന്മം കൊടുക്കണ്ട ഷീതു. നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടായി നീ എന്നിവിടേക്ക് വന്നോ അന്ന് മുതൽ ഞാൻ ഈ കുഞ്ഞിൻ്റെ പപ്പയാ. എൻ്റെ വലത് കൈ അവളുടെ വയറ്റിൽ വെച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്ത് അവൻ പറഞ്ഞിരുന്നു. എന്നെ ഇസുവിനെ പ്രസവിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ കുഞ്ഞിൻ്റെയും അവളുടെയും ഒപ്പം മാത്രമാണ് അവൻ കൂടുതൽ സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നത്. 2 മാസം മമ്മിയാണ് അവളുടെ കൂടെ കിടന്നത്. അതിനുശേഷം വീണ്ടും അവൻ തന്നെ ഈ മുറിയിലേക്ക് വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇസു ഉറങ്ങിയത് ആ നെഞ്ചിലാണ്. ഇസുവിനെ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും വളരെ യാദൃശികമായി അവൻ കവളിലോ നെറ്റിയിലോ ഒക്കെ ചുംബിക്കാറുണ്ട്, തന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. അതൊക്കെ ഒരു വാത്സല്യത്തോടെ പ്രണയത്തോടെ മാത്രമായിരുന്നു. അതിലൊരിക്കലും ഒരു ഭാര്യ ഭർത്താവ് എന്നൊരു അധികാരം കാണിച്ചിട്ടില്ല. കാമുകനായി തന്നോട് പെരുമാറിയിട്ടില്ല. എന്നാൽ ഇന്ന് അവൻ നൽകിയ ചുംബനം അതിലൊരു അധികാരമായിരുന്നു, വാശിയായിരുന്നു. അവളുടെ കൈകൾ തൻ്റെ ചുണ്ടിലേക്ക് പോയി. ഇപ്പോഴും അവിടെ അവൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് പോലെ, അവൻ്റെ ചൂടറിയുന്നത് പോലെ. അതൊക്കെ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ക്രിസ്റ്റി റെഡിയായി ആൽവിയെ വിളിച്ചു. എടാ, ഇവിടെ തന്നെ നിൽക്കുവാണോ നീ? നിനക്ക് വീട്ടിൽ പോകണ്ടേ? ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. വൈകുന്നേരം ആയതുകൊണ്ട് അവനും ഇസുവിനും ചായയും ബിസ്ക്കറ്റും കൊടുക്കുമായിരുന്നു മമ്മി. അങ്കിൾ, നമുക്ക് ഇവളെയും കൂടി കൊണ്ടുപോകാം, അവൻ ഇസുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീ വന്നപ്പോൾ അവളെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പം അവളെ വിറ്റിട്ട് പോകാൻ നിനക്ക് വയ്യ അല്ലേ? ക്രിസ്റ്റി ചോദിച്ചു. പിള്ളേരങ്ങനെയാടാ, പണ്ട് നീയും ഋഷിമോളും ഇങ്ങനെ തന്നെയായിരുന്നു. സർവ്വസമയം നീ അവളോട് വഴക്കുണ്ടാക്കും. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നീ അവളെ ഇങ്ങനെ ഞോണ്ടിയിരിക്കും. ലാസ്റ്റ് അവൾ കരയുമ്പോൾ നിനക്ക് സങ്കടമാകും. അവളുടെ ഒപ്പം നീയും കരയും. പക്ഷെ പിന്നെ നീ ഇത് തന്നെ ആവർത്തിക്കും. അതേ സ്വഭാവം തന്നെയാണ് ഇവനും ഇപ്പം കിട്ടിയിരിക്കുന്നത്. അവൻ്റെ മമ്മി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മനസ്സിൽ ഋഷുവിൻ്റെ മുഖം തെളിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്ന് നിങ്ങളുടെ വഴക്കും ആ സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ പറയും, വലുതാകുമ്പോൾ നീയായിരിക്കും അവളെ കെട്ടാൻ പോകുന്നതെന്ന്. നിങ്ങൾ തന്നെയാ പെർഫെക്റ്റ് കപ്പിളെന്ന്. പക്ഷേ ഇനി അതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അവസാന നിമിഷം കലം കൊണ്ടുപോയി ഉടച്ചില്ലേ നീ? അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മമ്മി, അങ്ങനെ ഓർത്ത് മമ്മി സമാധാനിക്കാൻ നിൽക്കണ്ട. മമ്മി എപ്പോഴും പറയാറില്ലേ അവൾ ഒരു പുലിക്കുട്ടിയാണെന്ന്. അവൾ വിളിക്കുന്നത് പോലെ ഈ കടുവയും ആ പുലിക്കുട്ടിയും തമ്മിൽ മാത്രമേ ഒന്നിക്കൂ. അതിന് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്
എന്നോട് അവളെ കെട്ടണ്ട, നിനക്ക് അവളേക്കാൾ നല്ല പെൺകുട്ടിയെ തരാന്ന് പറഞ്ഞാലും ഈ പുലിക്കളത്തിൽ ക്രിസ്റ്റിയുടെ പെണ്ണ് ഋഷിക തന്നെയായിരിക്കും. ഇതിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മമ്മി മരുമകളെ കൈപിടിച്ച് കയറ്റാൻ ബൈബിളും മെഴുകുതിരിയായിട്ട് കാത്തിരുന്നോ. ചാർലിയുടെ ഷിതുവിന്റെ വിവാഹത്തിന് ശേഷം ഉടനെ തന്നെ മമ്മിക്ക് അതിനും ഭാഗ്യമുണ്ടാകും. അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവരും പുഞ്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അപ്പൊ നമുക്ക് പോകാം ആൽവി. അവൻ ആൽവിയെ നോക്കി. അവൻ തലയാട്ടിക്കൊണ്ട് കസേരയിൽ നിന്നും ഇറങ്ങി. ശേഷം ഇസുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവളിൽ ഒന്ന് ചുംബിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ആൽവിയുടെ മുഖത്തേക്ക് നോക്കി. പോട്ടെ ഇഷു, അവൻ പറഞ്ഞതും അവൾ ചായ കുടിക്കുന്നതിനിടയിൽ അവനെ നോക്കി ടാറ്റ കൊടുത്തു. ക്രിസ്റ്റി ആൽവിയെ പൊക്കിയെടുത്തു. ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. എടാ ക്രിസ്റ്റി, അവന്റെ മമ്മി പുറകിൽ നിന്നും വിളിച്ചതും അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ചാർലിയും മോളും അവർ തമ്മിലുള്ള പിണക്കമൊക്കെ കഴിഞ്ഞോ? അവർ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. മമ്മി അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവരുടെ പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്തോളും. എനിക്ക് അതല്ലടാ, നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് മുഴുവൻ അടിയും വഴക്കുവാണല്ലോ. നീ ഇന്ന് പോകുന്നതൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് അവളുമായിട്ടുള്ള പിണക്കം മുഴുവൻ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അറിയാലോ, നാളെ അവരെ ഇവിടേക്കാ ക്ഷണിച്ചിരിക്കുന്നത്. സന്തോഷമായിട്ട് വേണം നാളെ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ. അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു മമ്മി, അവളെ എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതിന് ശേഷം ആൽവിയും കൂട്ടി പുറത്തേക്കിറങ്ങി. കുറച്ച് നിമിഷം കഴിഞ്ഞതും ചാർലി തൻ്റെ മുറിയിലേക്ക് വന്നു. അവൻ ചെന്നപ്പോൾ ഷീതു കുളിച്ചിട്ട് തല തുവർത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ചാർലി അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അലമാരി തുറന്ന് അവൻ്റെ ഷർട്ട് എടുത്തു. അവളാണെങ്കിൽ അവനെ തന്നെ നോക്കുകയായിരുന്നു. തൻ്റെ മുഖത്തേക്ക് പോലും ചാർലി നോക്കുന്നില്ല എന്ന് കണ്ട് അവൾക്ക് വിഷമം വന്നു. അവനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കുന്നത് കൂടി ചായ തന്നെ ഒന്ന് നോക്കുന്നത് കൂടിയില്ല എന്ന് മനസ്സിലായതും അവൾ അവനെ വിളിച്ചു നോക്കി. അവനൊന്ന് മൂളി. എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? അവൾ അവൻ്റെ പുറകിൽ നിന്നും ചോദിച്ചു. എനിക്കാരോടും ദേഷ്യമില്ല. നമ്മളെയൊക്കെ അന്യരെ പോലെ കാണുന്നവരോട് ദേഷ്യം തോന്നിട്ട് എന്താ ഇപ്പോൾ കാര്യം? എത്രയൊക്കെ സ്നേഹിച്ചാലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയാലും അവസാനം നമ്മൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ നാവിൽ നിന്നും നല്ലൊരു വർത്തമാനം കേൾക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. നിനക്ക് നിന്നെ സ്നേഹിച്ചാലും അതൊക്കെ നിനക്ക് മനസ്സിലാകുന്നത് പോലെ നീ എന്നോട് നടിക്കാറുമില്ല. അവൻ അവളെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. ഇച്ചാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ? എന്നിട്ടും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞ കവളിലൂടെ ഒലിച്ചിറങ്ങി. അവൾ 2 കൈകൾ കൊണ്ടും അത് തുടച്ചു. കണ്ണാടിയിൽ കൂടി അവളെ നോക്കി ചാർലി കാണുന്നത് മുഖം കുനിച്ച് കരയുന്ന അവളെയാണ്. കണ്ടതും അവൻ തൻ്റെ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. ശേഷം തിരിഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കി. ഷീതു, അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവൾ അപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഡി, അവൻ കുറച്ച് കടുപ്പിച്ചു വിളിച്ചു. അത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ദേഷ്യം മാറി അവിടെ ചിരി വന്നു. അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി. പേടിച്ചു പോയോ? അവൻ ചിരിയോടെ ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. അവൻ 2 കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ വിഷമം തീരുന്നത് വരെയും അവൾ അവനെ ചേർത്ത് പിടിച്ചു കരഞ്ഞു. സങ്കടമൊന്നും ഒഴിഞ്ഞതും കണ്ണുകൾ തുടച്ചുകൊണ്ട് മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് അവൾ നോക്കി. എനിക്ക് നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്താൻ കഴിയില്ലടി. അത്രയ്ക്കും എൻ്റെ നെഞ്ചിൽ പ്രാണനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്നവളാ നീ. നിന്നെ എനിക്ക് സങ്കടപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നും കഴിയില്ല. എന്നോട് അവന്മാരെല്ലാം പറഞ്ഞു നിന്റെ മുൻപിൽ കുറച്ച് ബോൾഡായിട്ട് നിൽക്കാൻ. പക്ഷെ എനിക്ക് പറ്റില്ല. ചാർലി ആരുടെയെങ്കിലും മുൻപിൽ തോറ്റു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മുൻപിൽ മാത്രം. ഞാൻ ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രം. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? അന്നും ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ പെണ്ണെന്നുള്ള സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത് നിനക്ക് മാത്രമായതുകൊണ്ടാണ്. വേറൊരാൾക്കും ഞാൻ ഒരിടവും കൊടുത്തിട്ടില്ല. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് ഷീതു. എനിക്കുണ്ട് വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. പക്ഷേ ഞാൻ നിന്റെ അടുത്ത് ഒരു അവകാശവും ഇന്ന് വരെ സ്ഥാപിക്കാൻ വന്നിട്ടില്ല. ഉണ്ടോ? അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ചിട്ടും നീ എന്നോട് തിരികെ കാണിക്കുന്ന ഓരോന്നും ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്നാ ഇച്ചായം പറയുന്നത്? ശരിയാ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പൊട്ട തോന്നൽ തോന്നി. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. അവളെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. സോറി. ഞാൻ വേണമെങ്കിൽ ഇച്ചാൻ്റെ കാല് പിടിച്ച് സോറി പറയാം. അതും പറഞ്ഞവൾ നിലത്തേക്കിരുന്ന് അവൻ്റെ കാലിൽ പിടിക്കാൻ തുടങ്ങി. എന്നാൽ അതിനവളെ അനുവദിക്കാതെ അവൻ അവളുടെ തോളിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. എന്താ നീ കാണിക്കുന്നത്? നീ ഇപ്പോൾ എത്രാമത്തെ തവണയാ എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നതെന്നറിയോ? അവൻ തിരികെ അവളോട് ചോദിച്ചു. എന്നിട്ടും ഇച്ചാൻ എന്നോട് ക്ഷമിച്ചില്ലല്ലോ.
അവൾ പരിഭവം പോലെ അവനോട് പറഞ്ഞു, ഇപ്പം ക്ഷമിച്ചു പോരെ. അവൻ അവളുടെ നെറുകയിൽ നിന്ന് തലോടി. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നീയല്ലേ ഉള്ളടി. ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാ. പിന്നെ മാതാവ് എനിക്ക് നിന്നെ തിരികെ കൊണ്ടു തന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നെന്നറിയോ. 3 വർഷം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയതെന്ന് എനിക്കറിയില്ല. നിൻ്റെയും കുഞ്ഞിൻ്റെയും ഒപ്പമുള്ള ജീവിതം ഞാൻ ഓരോ നിമിഷവും ആസ്വദിക്കുകയായിരുന്നു. എനിക്ക് നിന്നെ വേണം ചെയ്തു. എൻ്റെ ഭാര്യയായി, കാമുകിയായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ഞാൻ നിന്നെ മാത്രമേ ഇതുവരെ സങ്കല്പിച്ചിട്ടുള്ളൂ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്കറിയാം ഇച്ചായ, ഐ ആം സോറി. ഇനി ഞാൻ ഇച്ചാനെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കില്ല. ഇച്ചാൻ്റെ ശീതുവായാൽ മതി. ഈ നെഞ്ചിൽ ഒതുങ്ങിക്കൂടാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അവനും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പേ. പെട്ടെന്ന് വാതിൽക്കൽ നിന്നും കുഞ്ഞിൻ്റെ വിളി കേട്ടതും അവർ ഇരുവരും പിടഞ്ഞു മാറി. കുഞ്ഞകത്തേക്ക് കയറി വന്നതും ചാർലി അവളെ പൊക്കിയെടുത്തു. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പൊക്കിയെടുത്ത് മറുകൈയാൽ അവളെയും ചേർത്ത് പിടിച്ചു. കുഞ്ഞിൻ്റെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തതിന് ശേഷം അവളുടെ നെറ്റിയിലും അവൻ ചുംബിച്ചിരുന്നു. ഈ ലോകത്തേക്ക് പുറത്തുനിന്നും ഒരാൾ പോലും കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. നീയും എൻ്റെ കുഞ്ഞുമാ എനിക്ക് ലോകം. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഈ ചാർലി തയ്യാറാണ്. ഞാൻ ജീവനോടിരിക്കുമ്പോൾ നിൻ്റെയോ കുഞ്ഞിൻ്റെയോ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ലടി. അവൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി ആൽവിയെ കൊണ്ട് ഋഷുവിൻ്റെ വീട്ടിലെത്തി. ആ ആൽവി, നീ വന്നോ? ഋഷുവിൻ്റെ മമ്മി അവനെ കണ്ടതും ചോദിച്ചു. അമ്മച്ചി, ഞാൻ യേശുവിൻ്റെ കൂടെ കുറേ നേരം കഴിച്ചു. അതും പറഞ്ഞ് അവിടെ നടന്ന ഓരോ വിശേഷങ്ങളും അവൻ തൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു. ക്രിസ്റ്റി വാ, ഇരിക്ക്. അവർ അവനെ വിളിച്ചകത്തേക്ക് കയറ്റി. എല്ലാവരും എവിടെ ആൻറ്റി? അവൻ സംശയത്തോട് ചോദിച്ചു. നീ തേടി വന്ന ആളിതുവരെ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും അവരവരുടെ ജോലിക്ക് പോയി. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായ ക്രിസ്റ്റി ഒരു കള്ളച്ചിരി ചിരിച്ചു. അവൾ രാവിലെ പോയതല്ലേ, ഇതുവരെ വന്നില്ലേ? അവൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു അവളെ. ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ വരുമായിരിക്കും. അല്ല മോനെ ക്രിസ്റ്റി, ഇത്രയും നാളും ഞങ്ങളുടെ മോള് നിന്റെ പുറകെ നടന്നപ്പോൾ നിനക്ക് ഒരു വിലയില്ലായിരുന്നല്ലോ. അവർ വീണ്ടും അവനെ കളിയാക്കി പറഞ്ഞു. ആൻറ്റി മതി, എല്ലാവരും എന്നെ ട്രോളി ഒരു പരുവാക്കിയില്ലേ? അവൻ ചിരിച്ചു. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. അതാരാ കാറില്? അവളുടെ മമ്മി സംശയത്തോടെ നോക്കി. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി. ഋഷു ആണല്ലോ. അവളെ കണ്ടതും അവർ പറഞ്ഞു. അത് കേട്ടതും അവനും തല ചരിച്ചു വെച്ച് പുറത്തേക്ക് നോക്കി. കാറിൽ നിന്നും ഇറങ്ങി അവൾ സിറ്റൗട്ടിലേക്ക് കയറി. ഒരു സാരിയായിരുന്നു അവളുടെ വേഷം. പൊന്മാൻ നീല കളർ സാരിയായിരുന്നു. ഒറ്റ പ്ലീറ്റിലാണ് അവൾ സാരി ഇട്ടിരിക്കുന്നത്. കാതിലൊരു ജിമിക്കിയുണ്ട്. ഒരു കയ്യിൽ അതേ നീല കളർ സെറ്റ് വള, മറുകൈയിൽ ഒരു ചെയിൻ മോഡൽ വാച്ച്, കഴുത്തിലൊരു കുഞ്ഞു മാലയും. കണ്ണുകളൊക്കെ എഴുതി പൊട്ടും തൊട്ട് നല്ല സുന്ദരിയായിട്ട് അവൾ സാരിയിൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടതും ക്രിസ്റ്റി നോക്കിയിരുന്നു പോയി. എന്നാൽ അവളാണെങ്കിൽ അകത്തിരിക്കുന്നവനെ ശ്രദ്ധിച്ചതുമില്ല. ആരാ മോളെ ഇത്? ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവനെ കണ്ട് അവളുടെ മമ്മി സംശയത്തോടെ അവളോട് ചോദിച്ചു. അയ്യോ സർ, വാ, കയറി വാ. അത് കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കാറിലിരുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. വേണ്ട ഋഷിക, ഞാൻ പിന്നെ വരാം. അവൻ തിരികെ അവളോട് പറയുന്ന സൗണ്ട് കേട്ടതും ക്രിസ്റ്റി അവിടെ നിന്നും എഴുന്നേറ്റു. ഡ്രൈവർ സീറ്റിലിരിക്കുകയാണ് ബെന്നി. ബെന്നിയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത്. അത് കണ്ടതും ക്രിസ്റ്റി ഒന്ന് നെറ്റിച്ചുളിച്ചു. അവൻ അകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന അവരാരും അവനെ കാണുന്നുണ്ടായിരുന്നില്ല. സർ, ഇവിടെ വരെ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറാതെ പോവാണോ? വന്നേ. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിർബന്ധപൂർവ്വം അവനെ വിളിച്ചു. ബെന്നി അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ കാറിൽ നിന്നും ഇറങ്ങി. ഇതാരാ മോളെ? അവളുടെ മമ്മി സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ മമ്മി, ബെന്നി സർ. അവൾ അവനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ബെന്നി? ആ പേര് കേട്ടതും അവളുടെ മമ്മി സംശയത്തോടെ അവളെ നോക്കി. അതെ മമ്മി, അത് തന്നെയാ. അവളൊരു പുഞ്ചിരിയോടെ അവരോട് മറുപടി പറഞ്ഞു. സോറി ആൻറ്റി, ഞാൻ കാരണമാ ഋഷികയ്ക്ക് അന്ന് തല്ല് കിട്ടിയത്. ആക്ച്വലി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഋഷികയോട് സംസാരിക്കുകയായിരുന്നു. ക്രിസ്റ്റി സാറാ അവിടെ വെറുതെ ഒരു സീനുണ്ടാക്കിയത്, ബെന്നി അവളുടെ മമ്മിയോട് പറഞ്ഞു. അത് കേട്ടതും അവർ പെട്ടെന്ന് അകത്തേക്ക് നോക്കി. എന്നാൽ സിറ്റൗട്ടിൽ നിൽക്കുന്നവർക്ക് അകത്തുള്ളവരെ കാണാൻ കഴിയില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സർ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. സാറ് വാ. അവൾ പുഞ്ചിരിയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവന് അകത്തേക്ക് കയറുന്നത് കണ്ടതും അവളുടെ അമ്മയ്ക്ക് വല്ലാത്ത പേടി തോന്നി. ഇനിയും ഒരു പ്രശ്നമുണ്ടാകുമോ എന്നായിരുന്നു അവരുടെ ടെൻഷൻ. ക്രിസ്റ്റി അകത്തിരിപ്പുണ്ടെന്നും എല്ലാം കേൾക്കുന്നുണ്ടെന്നും അവർക്കറിയാമായിരുന്നു. ബെന്നിയും ഋഷികയും അകത്തേക്ക് കയറി. അവർ ചിരിച്ച് കാര്യം പറഞ്ഞാണ് അകത്തേക്ക് കയറി വന്നത്. അകത്തേക്ക് കയറിയപ്പോൾ പുറകിലത്തെ സെറ്റിയിൽ ആരോ ഇരിക്കുന്നത് പോലെ അവർക്ക് രണ്ടുപേർക്കും തോന്നി. രണ്ടുപേരും തിരിഞ്ഞു നോക്കിയതും ഒരു കാലിൻ്റെ മുകളിൽ മറുകാല് വെച്ച് കയ്യിലൊരു കപ്പ് കാപ്പിയുമായി അവിടെ ഇരിക്കുന്ന ക്രിസ്റ്റിയെ കണ്ട്
അവളും ബെന്നിയും പരസ്പരം നോക്കി. അവനെ അവർ രണ്ടുപേരും അവിടെ പ്രതീക്ഷിച്ചിട്ട് കൂടിയില്ലായിരുന്നു. ക്രിസ്റ്റിയെ കണ്ടതും അവൾ ഉമിനീർ ഇറക്കിപ്പോയിരുന്നു. ആൻറ്റി, കാപ്പി സൂപ്പർ. അവളുടെ മമ്മി അകത്തേക്ക് കയറി വന്നതും അവൻ അവരെ നോക്കി പറഞ്ഞു. ആ, ഇതാര്? ബെന്നി സാറോ? സാറെന്താ ഇവിടെ? ക്രിസ്റ്റി അവനെ കണ്ടതും ഒന്ന് ആക്കുന്നത് പോലെ അവനോട് ചോദിച്ചു. അത് സർ, ഋഷിക അല്ല, ടീച്ചർ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് വന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രണ്ടായിരുന്നു. അപ്പം ഞാനാ പറഞ്ഞത് വീട്ടിലേക്കാക്കാന്ന്. ബെന്നി അവനെ നോക്കി മറുപടി പറഞ്ഞു. ആ, ഇറ്റ്സ് ഓക്കെ. ബെന്നി സാർ ഇരിക്ക്. ആൻറ്റി, സാറിന് എന്തേലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കൊടുക്ക്. അവൻ അവരെ നോക്കി. ചായ എടുക്കാം. അതും പറഞ്ഞ് അവളുടെ മമ്മി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. അയ്യോ വേണ്ട ആൻറ്റി, എനിക്കൊന്നും വേണ്ട, ബെന്നി അവരെ നോക്കി പറഞ്ഞു. എന്നാൽ അത് കേൾക്കാതെ അവർ അടുക്കളയിലേക്ക് നടന്നു. ഋഷു അപ്പോഴും ക്രിസ്റ്റി അവിടെ കണ്ട ഷോക്കിൽ നിൽക്കുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു സാറും ടീച്ചറും ഫാമിലി ഫ്രണ്ട്സ് ആണെന്ന് ബെന്നി അവനെ മയപ്പെടുത്താനെന്ന രീതിയിൽ പറഞ്ഞു. ആ, എനിക്കിവളെ കുഞ്ഞുനാൾ മുതലേ അറിയാം, വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അറിയാം. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ അവനെ നോക്കാതെ മുഖം മാറ്റി. സർ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം, അവൾ ബെന്നിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. ക്രിസ്റ്റിക്കാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനൊന്ന് മുഷ്ടി ചുരുട്ടി. അപ്പോഴേക്കും അവളുടെ മമ്മി ചായയുമായി അങ്ങോട്ടേക്ക് വന്നു. അവർ ബെന്നിയോട് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. ഫാമിലിയെ പറ്റിയൊക്കെ അന്വേഷിച്ചു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടതും അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. കപ്പ് ടേബിളിൽ വെക്കാനെന്ന വ്യാജേന അവൻ ഡൈനിങ് ടേബിളിൽ കപ്പ് വെച്ചിട്ട് പതിയെ മുകളിലേക്ക് കയറി. അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നത് അവളുടെ മമ്മി കണ്ടിരുന്നു. അവൻ അവളെ കാണാൻ പോവുകയാണെന്ന് മനസ്സിലായതും അവർ പുഞ്ചിരിച്ചു. അവൻ അവളുടെ റൂമിലേക്ക് ചെന്നു. ഡോർ ലോക്കായിരുന്നു. അവനൊന്ന് തട്ടി. അനക്കമില്ല. രണ്ടാമതും തട്ടിയതും അവൾ കതക് തുറന്നു. മുൻപിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ടതും ഉള്ളിലുണ്ടായിരുന്ന പേടി മറച്ചു വെച്ച് അവളൊന്ന് നെറ്റി ചുളിച്ചു. എന്താ? അവൾ ഗൗരവത്തോട് ചോദിച്ചു. ഓ, എൻ്റെ കൊച്ച് ഗൗരവത്തിലാണോ? അവൻ ചിരിച്ചു. ഏത് കൊച്ച്? അവൾ പുച്ഛിച്ചു. അത് കേട്ടതും അവൻ അവളെ പൊക്കിയെടുത്തു. വിട്, എന്നെ വിടാൻ! അവൾ അവൻ്റെ പുറത്തടിച്ചു. എന്നാൽ ഒരു ചിരിയോടെ അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു. എന്നെ വിടാൻ! അവൾ അവനെ ഉപദ്രവിച്ചു. എന്നാൽ അവനിൽ അതൊന്നും ഏൽക്കാത്തതുപോലെ അവൻ നിന്നു. അവളെ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ കട്ടിലിലേക്ക് തള്ളിയിട്ടു. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? അവൾ അവനെ നോക്കി ചോദിച്ചു. അതെ, എൻ്റെ ഭ്രാന്ത് നീയാ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് കട്ടിലിലേക്ക് കിടത്തിയിട്ട് അവളിലേക്ക് അമർന്നു. എന്നെ വിടാൻ! അവൾ അവൻ്റെ കവിളിലൊരടി കൊടുത്തു. അവനൊരു ചിരിയോടെ കവിളിൽ കൈവച്ചു. ഇന്നെൻ്റെ കൊച്ചെന്നെ എത്ര തള്ളിയാലും ഞാൻ അതൊക്കെ കൊള്ളും. കാരണം ഇന്നെൻ്റെ ഋഷുവിൻ്റെ ഡേ ആണ്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഡ്രാമ കാണാനൊന്നും സമയമില്ല. അങ്ങോട്ട് മാറ്. നിങ്ങൾക്ക് തോന്നുമ്പോൾ സ്നേഹിക്കാനും അല്ലാത്തപ്പോൾ ഉപദ്രവിക്കാനും ഞാൻ നിങ്ങളുടെ പാവയല്ല. എനിക്കങ്ങനെ ആകാൻ താല്പര്യവുമില്ല. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ടോ? എനിക്ക് ബെന്നി സാറിൻ്റെ അടുത്തേക്ക് പോകണം. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കാതെ പറഞ്ഞു. നിനക്ക് എന്നേക്കാൾ വലുതാണോ താഴെ വന്നിരിക്കുന്നവൻ? അവനിൽ ദേഷ്യം നിറഞ്ഞു. ആ, ആണ്. എനിക്ക് ബെന്നി സാർ തന്നെയാ വലുത്. നിങ്ങൾക്കെന്താ അതിന്? അവൾ തിരികെ ചോദിച്ചു. അത് കേട്ടതും അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വിടാൻ! അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പറയടി, നിനക്ക് എന്നേക്കാൾ വലുതാണോ അവൻ? അവൻ വീണ്ടും ചോദിച്ചു. ആണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അത് കേട്ടതും അവൻ അവളുടെ രണ്ട് കൈയും ബലമായി പിടിച്ച് ലോക്ക് ചെയ്തു. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. വേണ്ടെന്ന് വെച്ചതാ ഞാൻ. അപ്പോൾ നിനക്ക് അഹങ്കാരം. ഇനി ഞാൻ തന്നിട്ടേ പോന്നുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ തൻ്റെ കണ്ണുകൾ മുറുക്കിയടച്ച് തല ചരിച്ചു വെച്ചു. എന്നാൽ അവൻ മറുകൈ കൊണ്ട് അവളുടെ മുഖം ബലമായി പിടിച്ച് നേരെ വെച്ചു. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. അവൻ അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു. അവൻ തൻ്റെ പല്ലുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് കടിച്ചു. അവളുടെ ചുണ്ട് കൂട്ടിപ്പിടിച്ചത് അവൾ വിട്ടതും അവൻ അവളുടെ ചുണ്ടിൽ ചുംബിച്ചിരുന്നു. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. മൃദുലമായി. അവളാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവൻ്റെ ചുംബനം ഏറ്റുവാങ്ങിക്കിടന്നു.